നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കഴിക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റിയോടെ തന്നെ അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രാവിലെ കഴിക്കാൻ പറ്റിയ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. നമ്മൾ മറ്റേ റവയുടെ ഉപ്പുമാവ് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്തി കൂടിയാണ്. അന്നേരം ഇതെല്ലാം ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം അതുപോലെ ഒന്ന് വറുത്തെടുത്തു. ഞാൻ ആദ്യമേ പറയാം, ഇത് കുക്കറിൽ തയ്യാറാക്കിയാൽ അത്രയും നല്ലതാണ്, സോഫ്റ്റായിട്ടിരിക്കും. ഞാനിത് കുറച്ച് കൂടുതൽ തയ്യാറാക്കിയത് കൊണ്ട് ഞാൻ ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കുമ്പം കുക്കറിൽ തയ്യാറാക്കണം. ഞാൻ ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പിന്നെ സവാളകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് വറ്റൽമുളകൊക്കെ ചേർത്ത് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഞാൻ ഇതിനകത്ത് കുറച്ച് തക്കാളിക്ക കൂടി ചേർക്കുന്നുണ്ട്. അതാണ് പ്രത്യേകിച്ച് ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടത്. ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ അല്പം പയർ എന്ന് പറഞ്ഞാൽ പയറിൻ്റെ പരിപ്പ്, പച്ചപ്പയറിൻ്റെ പരിപ്പ് ഞങ്ങൾക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടുമെങ്കിൽ നമ്മളത് വാങ്ങിച്ച് വെച്ചാൽ ഇതുപോലെ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോഴും ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇടാൻ നല്ലതാണ്. ഇത് കുറച്ച് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കോട് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ചേർത്ത് ഒരു പ്രാവശ്യം ഉപ്പുമാവ് തയ്യാറാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അത് പ്രത്യേകിച്ച് സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് തയ്യാറാക്കിയാൽ ഇവിടുത്തുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് സൂചി ഗോതമ്പ്. അവരത് കഞ്ഞി വെച്ച് കുടിക്കും. പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ കഞ്ഞി കുടിക്കുന്നത് പോലെ തന്നെ ഇവർ കഞ്ഞി വെച്ച് കഴിക്കുന്നതാണ് ഈ സൂചി ഗോതമ്പ്. നമ്മളൊക്കെ ഈ ചോറ് കഞ്ഞിയൊക്കെ അല്ലേ കഴിക്കുന്നത്, അരിയുടെ സാധനങ്ങൾ. പക്ഷേ ഇവിടുത്തുകാർ ഇങ്ങനെയുള്ള ഗോതമ്പിൻ്റെ ഐറ്റംസാണ് കഴിക്കുന്നത്. ഡോക്ടർമാർ പ്രത്യേകം പറയും ചോറ് കഴിക്കല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കലെന്ന്. ഇത് കഴിക്കണം, ഇതിൻ്റെ കഞ്ഞി കുടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് അവർ ഇതിൻ്റെ കഞ്ഞിയാണ് വെച്ച് കഴിക്കുന്നത്. ഞാൻ എന്തൊക്കെയാണെന്ന് കൊള്ളാം, ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുത്തതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. ഞാൻ എത്രയും ഗോതമ്പ് എടുത്ത് അതിൻ്റെ ഡബിൾ വെള്ളം ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന്. ഇനി അതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. പിന്നെ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും. അതുപോലെ അതുമല്ല നല്ല ടേസ്റ്റോടെ നല്ലവണ്ണം സോഫ്റ്റാകും. ഇത് ഞാൻ ഉരുളി വെച്ചത് കൊണ്ട് അത്രയും സോഫ്റ്റായില്ല. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുക. ഓക്കെ.